വളരെ പ്രിയപ്പെട്ട ശ്രീയന്തേട്ടൻ അത് ഹൗൾ ചെയ്യാതിരിക്കാനാ ഞാൻ ഇങ്ങനെ നീങ്ങി. അപ്പോ വളരെ പ്രിയപ്പെട്ട ശ്രീയന്തേട്ടൻ, അദ്ദേഹത്തിന്റെ ഇപ്പം സംസാരിച്ചതിൽ നിന്ന് ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ജനപ്രതിനിധി എന്നാണ്. പലപ്പോഴും ഈ പല നേതാക്കളുമൊക്കെ നമ്മൾ കാണുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ജനപ്രതിനിധിയും അത് കഴിയുന്ന നിമിഷം മുതൽ അവർ പാർട്ടി പ്രതിനിധിയുമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്കാർക്ക് വേണ്ടി, പാർട്ടിയിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ മാറുന്നത് നമ്മൾ പലതവണ ഒരു സ്ഥിരം കാഴ്ചയായി കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ശ്രീകണ്ഠേട്ടനൊക്കെ പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളിലാണ് ശ്രീകണ്ഠേട്ടൻ എന്നൊക്കെ പറയുന്നത്. അതിന് വലിയ പ്രസക്തിയുമുണ്ട്. പലപ്പോഴും നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ചില വാക്കുകളുണ്ട്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയും. നമ്മളൊന്നിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടു പോയി, ഒപ്പം നിർത്തിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇവരെല്ലാം ചെയ്യുന്ന എല്ലാ അനീതികൾക്കും നമ്മൾ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. നല്ല ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യന്റെ പരമാവധി 12-13 തവണയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസരം അവന്റെ മനുഷ്യായുസിൽ കിട്ടുന്നത്. ഈ അവസരം വളരെ വിലപ്പെട്ടതാണ്. ഇതുപോലെ ഒരു നേതാവ് എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി, അല്ലാതെ പോസ്റ്ററിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞാലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ഒരു നേതാവ്, സധൈര്യം നമുക്ക് അടുത്തേക്ക് പോകാവുന്ന ഒരു നേതാവ്, ഇനി നിങ്ങൾ അടുത്തേക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നേതാവ്, ഇതൊക്കെയാണ് ശ്രീകണ്ഠേട്ടൻ. അദ്ദേഹം ഈ പാലക്കാട് ഒക്കെ പറയും, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ അല്ലാത്ത ചൂട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇത്. അവിടെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നു, പോകുന്നു. നമ്മുടെ ശബ്ദമായി ഡൽഹിയിൽ ഉയർന്നു കേൾക്കേണ്ടത് ശ്രീകണ്ഠേട്ടന്റെ ശബ്ദമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവർ ഉറപ്പായും ചെയ്യുമെന്ന് പറയാൻ പരമാവധി ആളുകളോട് പറയുക, നമുക്ക് തെറ്റുകൾ ഇനി പറ്റരുത്. നിരന്തരമായ വിജയങ്ങൾ കൊണ്ടുണ്ടാകുന്ന പലരുടെയും മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊന്നും ഇനി നമുക്ക് താങ്ങാവുന്നതല്ല. അവസാനം വോട്ടെണ്ണി കഴിയുമ്പം മറുപക്ഷത്തൊക്കെ സപ്ലൈക്കോയിൽ സാധനങ്ങൾ ഇരിക്കുന്ന പോലെ കുറച്ചേ കാണാവുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ ആയിരിക്കണം. നമുക്ക് ബാക്കി എല്ലാ വോട്ടുകളും ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്